മറ്റു വാർത്തയിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനങ്ങൾക്കായി LDF യോഗം 23-ന് ചേരും. സീറ്റ് വിഭജനത്തിൽ മുന്നണി യോഗത്തിൽ പ്രാഥമിക ധാരണയുണ്ടാകും. അതിന് ശേഷമായിരിക്കും ഉഭയകക്ഷി ചർച്ച. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, സീറ്റ് വിഭജന ചർച്ചയിലേക്ക് LDFും കടക്കുകയാണ്. 23-നാണ് മുന്നണി യോഗം. നേരത്തെ തന്നെ RJD ഉൾപ്പെടെ അതൃപ്തി പരസ്യമാക്കി രംഗത്തെത്തിയിരുന്നപ്പോൾ ചർച്ചയിൽ വലിയ അതൃപ്തിയും എതിർപ്പുമൊക്കെ ഉയരാനിടയുണ്ടോ? ദിവ്യ, 3 മേഖലാ ജാഥകൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇടതുമുന്നണി ഇപ്പോൾ സീറ്റ് നിർണയ ചർച്ചകളിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ മാസം 23-ന് LDF യോഗം ചേരും. LDF യോഗത്തിൽ സീറ്റുകൾ വെച്ചുമാറുന്നതും ഒപ്പം തന്നെ സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉൾപ്പെടെയുള്ള ചർച്ചകൾ ഉണ്ടാകും. അതിനുശേഷമാകും ഉഭയകക്ഷി ചർച്ചകൾ നടക്കുക. ഘടകകക്ഷികളുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. സീറ്റുകൾ വെച്ചുമാറുന്നതും ഒപ്പം തന്നെ ഏതെങ്കിലും സീറ്റ് CPM-ഓ CPI-യോ ഏറ്റെടുക്കുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്കാണ് നിലവിൽ കടക്കാൻ പോകുന്നത്. നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ RJD ഉൾപ്പെടെയുള്ള കക്ഷികൾ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരള കോൺഗ്രസ് 13 സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കേരള കോൺഗ്രസിനും RJD ഒക്കെ എങ്ങനെ പരിഗണിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. അത്തരം ചർച്ചകൾ എന്തായാലും ഇടതുമുന്നണി യോഗത്തിൽ നടക്കും. നിലവിൽ തിരുവനന്തപുരം സെൻട്രൽ ഉൾപ്പെടെയുള്ളവ കേരള കോൺഗ്രസിന് വേണമെന്നാണ് ആവശ്യപ്പെട്ടുള്ളത്. RJDയും കൂടുതൽ സീറ്റ് വേണം, വിജയസാധ്യതയുള്ള സീറ്റുകൾ വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ IN നിലവിൽ വിഭജിച്ച സാഹചര്യത്തിൽ ഏതൊക്കെ തരത്തിൽ IN-ന് നിലവിൽ നൽകിയ 2 സീറ്റുകൾ നൽകാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെയുള്ള ചർച്ചകൾ എന്തായാലും ഇടതുമുന്നണി യോഗത്തിൽ നടക്കും. എന്നാലും ജാഥകൾക്ക് ശേഷം UDF-ന് പിന്നാലെ സീറ്റ് നിർണയ ചർച്ചകളിലേക്ക് കൂടി LDF കടക്കുകയാണ്.